തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പുരോഗമിക്കുകയാണ്. ജനങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു. 11-ാം തീയതി രണ്ടാം ഘട്ടവും കഴിഞ്ഞ് 13-ാം തീയതി ഫലം വരുമ്പോൾ ഏതൊക്കെ കോർപ്പറേഷനുകൾ, ഏതൊക്കെ പഞ്ചായത്തുകൾ ആര് ഭരിക്കും എന്നത് നമുക്കറിയാൻ കഴിയും. എങ്കിലും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് കോമ്പസ് മീഡിയ നടത്തിയ പര്യടനത്തിൽ ഇപ്പോൾ കോമ്പസ് മീഡിയ ടീം നിൽക്കുന്നത് കവടിയാർ വാർഡിലാണ്. ഇവിടെ മത്സരിക്കുന്നവരുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ കേരളം ഒട്ടാകെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർഡാണ് കവടിയാർ വാർഡ്. നമുക്ക് കഴിഞ്ഞ നാളുകളായി സ്ഥാനാർത്ഥിയുടെ കൂടെ നടക്കുകയും അവർക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കവടിയാർ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും പോളിംഗ് ശതമാനം കൂടുതലാണോ അതോ നോർമലാണോ കുറവാണോ, എന്താണ്? കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടുതലാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും എത്ര ശതമാനം ഈ ഉച്ചവരെയായിരിക്കും പോൾ ചെയ്തിട്ടുണ്ടോ? ഒരു ഏകദേശ ധാരണയുണ്ടോ? 50% എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ കവടിയാർ വാർഡിനെ സംബന്ധിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. പോളിംഗിന്റെ നില വെച്ച് കൊടുക്കുമ്പോൾ കവടിയാർ വാർഡ് 3-ാം സ്ഥാനത്താണ്. തിരുവനന്തപുരത്ത് മൊത്തം കോർപ്പറേഷൻ 101 കോർപ്പറേഷൻ വാർഡിലും 3-ാം സ്ഥാനത്ത് കവടിയാർ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വോട്ടിന്റെ സാധ്യതകൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചത്. വലിയ സ്വാഗതമാണ് ജനങ്ങളിന്ന് LDF ആയാലും BJP ആയാലും വളരെ മോശമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പക്ഷെ അവരുടെ നീക്കങ്ങളെല്ലാം BJPക്കെതിരായി ഉയർന്നിട്ടുള്ള അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ തൃപ്തികരമായൊരു മറുപടി അവരുടെ അണികൾക്ക് ബോധ്യമാകുന്ന നിലയിലുള്ളൊരു മറുപടി പറയാൻ പോലും അവർക്കായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരത്തെ ഞങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ മികവാർന്ന ഒരു വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞാനിന്ന് നല്ലൊരു തോതിലുള്ള മൂലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ചുകൂടെ വരാനുണ്ട്. എല്ലാവരും 5 മണിക്കകത്ത് വോട്ട് രേഖപ്പെടുത്താൻ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആവേശകരമായ